രാഷ്ട്രീയമായിട്ടുള്ള സകല വിഷയങ്ങളും തുറന്നു വെച്ചപ്പോൾ സർക്കാർ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. അപ്പോൾ ഓരോ ഘട്ടത്തിലും ഈ തെരഞ്ഞെടുപ്പിന്റെ സ്ട്രാറ്റജി തീരുമാനിച്ചത് UDF ആണ്. സാധാരണക്കാരെ മുതൽ ശബരിമല ശാസ്താവിനെ വരെ കൊള്ളയടിക്കുന്ന ഒരു സർക്കാർ, പെൻഷൻകാരെ മുതൽ സർക്കാർ ഉദ്യോഗസ്ഥരെ വരെ വഞ്ചിക്കുന്ന ഒരു സർക്കാർ. ആ സർക്കാരിനെതിരായിട്ട് ജനങ്ങൾ കൃത്യമായിട്ട് അവരുടെ ഓർമ്മ കൊണ്ട് പോരാടുകയാണ്. ഓരോ വിഷയങ്ങളും അവർ ഓർത്തെടുത്ത് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഇത്ര വലിയ പരാജയം LDF-നുണ്ടായത്. സർക്കാരിന്റെ ജനവിരുദ്ധമായിട്ടുള്ള നയങ്ങൾ അല്ലെങ്കിൽ ജനവിരുദ്ധത, സർക്കാർ വിരുദ്ധ തരംഗം നിലനിൽക്കുന്നുണ്ട്. അപ്പം തന്നെ ഈ പറയുന്നത് പോലെ അതിനിടയ്ക്കാണ് സർക്കാർ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പായിട്ട് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുന്നു, അത്തരത്തിലുള്ള ഗിമ്മിക്കുകൾ പലതും കാണിക്കുന്നു. ഒപ്പം തന്നെ കേരളം ഒരുപക്ഷെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധം CPM-ഓ ഇടതുപക്ഷമോ ചെയ്യുമെന്ന് ജനങ്ങൾ ഒരു തരത്തിലും പ്രതീക്ഷിക്കാത്ത വിധമുള്ള വർഗീയത, BJP-യെ പോലും നാണിപ്പിക്കുന്ന തരത്തിലുള്ള വർഗീയത, ഒരു എന്താ പറയുക ന്യൂനപക്ഷ വിരുദ്ധത പറഞ്ഞുകൊണ്ട് ഒരു ഭൂരിപക്ഷ ഏകീകരണത്തിനുള്ള ശ്രമം നടത്തുന്നു. അതിനു വേണ്ടിയിട്ട് ഈ പറയുന്ന വെള്ളാപ്പള്ളിയെ പോലുള്ളവരൊക്കെ എൻഡോഴ്സ് ചെയ്യുകയാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രി പദത്തിൽ ഇരിക്കുന്ന ഒരു വ്യക്തി, ഒപ്പം തന്നെ ആ സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയുടെ സെക്രട്ടറി ഒക്കെ തന്നെ അതിനെ എൻഡോഴ്സ് ചെയ്യാൻ, അതിനെ തള്ളിപ്പറയാൻ തയ്യാറാകുന്നില്ല. അപ്പോൾ അതിനുകൂടിയുള്ള ഒരു തിരിച്ചടിയല്ലേ ജനങ്ങള്, കേരളത്തിലെ മതനിരപേക്ഷ ജനത ഇത്തരം ഒരു നീക്കം LDF നടത്തുമ്പോൾ BJP ചെയ്യുന്ന പോലെ തന്നെ അപകടകരമാണ് ഈ ഒരു രാഷ്ട്രീയം എന്ന് കേരളത്തിലെ ജനത തിരിച്ചറിഞ്ഞ് അവർക്ക് കൊടുത്തൊരു താക്കീത് കൂടിയല്ലേ അത്? തീർച്ചയായിട്ടും രണ്ട് കാര്യമുണ്ട്. ഒന്ന്, കേരളത്തിലെ സാധാരണ ജനങ്ങളുടെ സാമാന്യ ബോധത്തെ വെല്ലുവിളിക്കാണ് സർക്കാർ ചെയ്തത്. 9.5 കൊല്ലത്തിനിടയിൽ ഒരിക്കൽ പോലും പെൻഷൻ വർദ്ധിപ്പിക്കാൻ തോന്നാത്ത ഒരു സർക്കാർ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന്റെ തൊട്ട് തലേന്ന് വന്ന് 400 രൂപ വർദ്ധിപ്പിക്കുന്നു. നമ്മൾ ജനങ്ങളോട് ചോദിച്ച ചോദ്യം, 5 വട്ടം കറണ്ട് ചാർജ് വർദ്ധിപ്പിച്ച സർക്കാർ ഇതിനിടയ്ക്ക് ഒരിക്കൽ മാത്രമാണ് പെൻഷൻ വർദ്ധിപ്പിച്ചത്. ഈ വർദ്ധിപ്പിച്ച പെൻഷൻ തുക കൊണ്ട് 400 രൂപ കൊണ്ട് ഒരു കുടുംബത്തിന്റെ ഒരു മാസത്തെ കറണ്ട് ബില്ല് അടയ്ക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യം ചോദിച്ചു. ജനങ്ങൾ ചിന്തിച്ചു. ജനങ്ങളുടെ സാമാന്യ ബോധത്തെയാണ് ഇവർ വെല്ലുവിളിക്കാൻ നോക്കിയത്. അവരെല്ലാം ഓർമ്മ നഷ്ടപ്പെട്ട മനുഷ്യരാണെന്നാണ് തെറ്റിദ്ധരിച്ചത്. കറണ്ട് ചാർജ്, വെള്ളക്കരം, ഭൂനികുതി, കെട്ടിട നികുതി, ഇന്ത്യയിലെ ഏറ്റവും വലിയ വിലക്കയറ്റം നിലനിൽക്കുന്ന സംസ്ഥാനത്ത് പരാജയപ്പെട്ട ഒരു സപ്ലൈകോ സംവിധാനം, സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ, അങ്ങനെ എല്ലാം ജനങ്ങളുടെ മുമ്പിലേക്ക് ഞങ്ങൾ തുറന്നു വെച്ചു. ശബരിമല അടക്കമുള്ള വിഷയങ്ങൾ, രാഷ്ട്രീയമായിട്ടുള്ള സകല വിഷയങ്ങളും തുറന്നു വെച്ചപ്പോൾ സർക്കാർ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. അപ്പോൾ ഓരോ ഘട്ടത്തിലും ഈ തെരഞ്ഞെടുപ്പിന്റെ സ്ട്രാറ്റജി തീരുമാനിച്ചത് UDF ആണ്. LDF അതിൽ ചാമ്പ്യൻഷിപ്പ് എടുക്കാൻ വേണ്ടി നോക്കിയതാണ്. ഈ ഇലക്ഷന് മുമ്പ് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചതായിട്ട് പ്രഖ്യാപിച്ചത്. സർക്കാർ ഉദ്യോഗസ്ഥരുടെ DA കുടിശ്ശിക കുറച്ച് കൊടുക്കുമെന്ന് പറഞ്ഞു. ഇപ്പൊ അതേ കഴിഞ്ഞ ദിവസം പറയുന്നു ഇത് കൊടുക്കാൻ പറ്റില്ല, ഇത് അവകാശമൊന്നുമല്ല, ഞങ്ങളുടെ സൗകര്യം പോലെ തരുവുള്ളെന്ന്. കുറെ നാൾ മുമ്പ് ഇതുപോലെ സമാനമായ ഒരു സത്യവാങ്മൂലം ഹൈക്കോടതി കൊടുത്തു. ക്ഷേമ പെൻഷൻ വൈകുന്നതുമായി ബന്ധപ്പെട്ട ഹർജി എന്നപ്പോ പറഞ്ഞു ക്ഷേമ പെൻഷൻ അവകാശമല്ല, നിങ്ങളുടെ അവകാശമല്ല, സർക്കാരിന്റെ ഔദാര്യമാണെന്ന്. പറയുന്ന കേട്ടാത്തൊന്നും MV ഗോവിന്ദനും പിണറായി വിജയനും ബക്കറ്റ് വീര് എടുക്കുന്നത് വീതം വെച്ച് തരുന്നതെന്ന്. അതൊന്നുമല്ല, നമ്മൾക്ക് അവകാശപ്പെട്ടതാണെന്ന് പറഞ്ഞാണ് ഇവർ പ്രചാരണം നടത്തിയത്. അത് ഇങ്ങോട്ട് തരാൻ നേരത്ത് ചോദിക്കുമ്പോൾ പറയുകയാണ് അത് നിങ്ങളുടെ ഔദാര്യമാണ്, ഞങ്ങളുടെ ഔദാര്യ കിട്ടുമ്പോൾ തരാന്ന് പറയും. സമാനമായ സാഹചര്യമാണ് ഇപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥരോടും പറയുന്നത്. ഞാൻ പറയുന്നത്, നവീൻ ബാബു എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥൻ മരണപ്പെട്ടിട്ട് കൊല്ലപ്പെട്ടിട്ട് പോലും ചോദ്യം ചോദിക്കാൻ നാവ് ഉയർത്താൻ ശേഷിയില്ലാത്ത സർക്കാർ അനുകൂല ഭരണകൂട അനുകൂല സർവീസ് സംഘടനകൾ ഇന്ന് തന്നെ അവരുടെ ആ പക്ഷപാതിത്വത്തിൽ നിന്ന് രാജിവെച്ച് പുറത്തു വരണം. അവർ നിലപാട് പറയണം. DA കുടിശ്ശിക അനുവദിക്കാത്ത ഈ സർക്കാരിനോടൊപ്പം നിൽക്കാൻ എങ്ങനെയാ അവർക്ക് സാധിക്കുന്നത്? അവർ അങ്ങനെയാണെങ്കിൽ ഒറ്റുകാരാണ്. കൂട്ടത്തിൽ നിൽക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥരെ ഒറ്റുകൊടുക്കുന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. അപ്പോൾ അതൊന്നാമത്തെ കാര്യം. ജനങ്ങളെ വെല്ലുവിളിക്കുന്നു. സാധാരണക്കാരെ മുതൽ ശബരിമല ശാസ്താവിനെ വരെ കൊള്ളയടിക്കുന്ന ഒരു സർക്കാർ, പെൻഷൻകാരെ മുതൽ സർക്കാർ ഉദ്യോഗസ്ഥരെ വരെ വഞ്ചിക്കുന്ന ഒരു സർക്കാർ. ആ സർക്കാരിനെതിരായിട്ട് ജനങ്ങൾ കൃത്യമായിട്ട് അവരുടെ ഓർമ്മ കൊണ്ട് പോരാടുകയാണ്. ഓരോ വിഷയങ്ങളും അവർ ഓർത്തെടുത്ത് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഇത്ര വലിയ പരാജയം LDF-നുണ്ടായത്. ഇനി രണ്ടാമത്തെ, നിങ്ങൾ പറഞ്ഞ പോലെ നമ്മുടെ രണ്ടാമത്തെ വിഷയം എന്തായിരുന്നു? വെള്ളാപ്പള്ളി വർഗീയത. രണ്ടാമത്തെ വിഷയം അത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തൊട്ട് അവരെടുത്ത് പ്രയോഗിക്കുന്നതാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇവര് മധുരയിൽ പോയി കഫിയ ധരിച്ചുകൊണ്ട് പലസ്തീൻ അനുകൂല മുദ്രാവാക്യം വിളിക്കുന്നു. അതേസമയം തന്നെ പലസ്തീൻ അനുകൂല സന്ദേശ റാലികൾ നടക്കുന്നിടത്ത് പോലീസ് അതിക്രമം നടത്തുന്നു, കേസെടുക്കുന്നു. നരേന്ദ്രമോദിക്കെതിരെ പൗരത്വ ഭേദഗതി ബില്ല് സമയത്ത് സമരം ചെയ്ത ആളുകൾക്കെതിരെ കലാപാഹ്വാനത്തിന് കേസെടുക്കുന്നു. ഇസ്രായേലിനെതിരെ മുദ്രാവാക്യം വിളിച്ചാൽ കലാപാഹ്വാനത്തിന് കേസെടുക്കുന്നു. നമ്മൾ നെതന്യാഹുവിനും നരേന്ദ്രമോദിക്കും എതിരെയൊക്കെ മുദ്രാവാക്യം വിളിക്കുമ്പോൾ കേരളത്തിലെ പിണറായി വിജയന്റെ പോലീസിന് അത് കലാപാഹ്വാനമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഈ സർക്കാർ സംഘപരിവാർ വൽകൃതമായിട്ടുള്ള സർക്കാരാണെന്നുള്ള പ്രചരണം നമ്മൾ നടത്തി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ന്യൂനപക്ഷ പ്രീണനത്തിന് വേണ്ടി ചില ശ്രമങ്ങൾ നടത്തിയെങ്കിലും പരാജയപ്പെട്ടു. അപ്പോൾ ഇവരെന്ത് ചെയ്തു? ഭൂരിപക്ഷ വർഗീയതയെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടന്നു. അത് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു. ഓരോ ഘട്ടത്തിലും വർഗീയതയെ പ്രീണിപ്പിച്ചുകൊണ്ടാണ് ഇവർ ജയിക്കാൻ നോക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയപ്പെട്ടപ്പോൾ MV ഗോവിന്ദൻ പറഞ്ഞത്
ക്രൈസ്തവർ ഞങ്ങളുടെ കൂടെ ഉണ്ടായില്ല, മുസ്ലിം മതവിഭാഗം ഞങ്ങൾക്കെതിരായിരുന്നു, ഈഴവർ വോട്ട് ചെയ്തില്ല, നായന്മാർ വോട്ട് ചെയ്തില്ല എന്നൊക്കെ പറയും. അപ്പൊ മനുഷ്യരാരും ഇവർക്ക് വോട്ട് ചെയ്തില്ലെന്ന് ഇവർ തിരിച്ചറിയുന്നില്ല. ജാതിയെയും മതവുമായിട്ട് വേർതിരിച്ച് അങ്ങനെയുള്ള വിഭാഗങ്ങളുടെ വോട്ട് കിട്ടില്ലെന്ന് പറയാം. ഇവർക്ക് മാർക്സിസ്റ്റ് പാർട്ടിക്കാരുടെ പോലും വോട്ട് കിട്ടില്ല. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പും അതിനുശേഷം നടന്ന ബൈ ഇലക്ഷൻസ്, അതിനുശേഷം നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, ഇതെല്ലാം സൂചിപ്പിക്കുന്നത് സ്വന്തം പാർട്ടിയുടെ അണികളുടെയും അനുഭാവികളുടെയും പ്രവർത്തകരുടെയും വോട്ട് പോലും ഈ പാർട്ടിക്ക് കിട്ടുന്നില്ല. അതിന്റെ കാരണം വർഗീയതയല്ല. പക്ഷെ ഇപ്പോൾ ഇവർ വെള്ളാപ്പള്ളി നടേശനെയാണ് എൻഡോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേരളം കണ്ടതിൽ ഏറ്റവും വലിയ വർഗീയത നേരെ പച്ചയ്ക്ക് പറയുന്ന ഒരാളാണ് വെള്ളാപ്പള്ളി നടേശൻ. BJP-ക്കാർ പോലും പൊതിഞ്ഞു പറയുന്ന കാര്യം വെള്ളാപ്പള്ളി നടേശൻ പച്ചയ്ക്ക് വിളിച്ചു പറയുക. ഈ വെള്ളാപ്പള്ളി നടേശനെ നവോത്ഥാന സമിതിയുടെ സംരക്ഷണ സമിതിയുടെ ചെയർമാനാക്കി, അതൊരു സർക്കാർ സംവിധാനത്തിൽ തട്ടിക്കൂട്ടിയ പരിപാടിയാണ്. അതിന്റെ ചെയർമാൻ സ്ഥാനത്തിരുത്തിക്കൊണ്ട് ഇതിനെല്ലാം ലൈസൻസ് കൊടുക്കുന്നത് പിണറായി വിജയനാണ്. ഇതേ പിണറായി വിജയൻ 1-ാം നമ്പർ സ്റ്റേറ്റ് കാറിൽ വെള്ളാപ്പള്ളി നടേശനെ കൊണ്ടുവന്ന് ആഗോള അയ്യപ്പ സംഗമ വേദിയിലേക്ക് വരിക. 2 പ്രശ്നമുണ്ട്. പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ്. ആ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ കീഴിലുള്ള അന്വേഷണ സംഘം അന്വേഷിക്കുന്ന കേസിലെ പ്രതിയാണ് വെള്ളാപ്പള്ളി നടേശൻ. വിജിലൻസിന്റെ അന്വേഷണം നടക്കുന്നുണ്ട്. 2, മൈക്രോ ഫിനാൻസ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഒരാൾ ആത്മഹത്യ ചെയ്തതുമായി ബന്ധപ്പെട്ട ആത്മഹത്യ പ്രേരണ കുറ്റത്തിലെ കേസിലെ പ്രതി കൂടിയാണ്. അങ്ങനെ ആഭ്യന്തര വകുപ്പ് മന്ത്രി പിണറായി വിജയന്റെ കീഴിലുള്ള അന്വേഷണ ഉദ്യോഗസ്ഥർ അന്വേഷിക്കുന്ന കേസിലെ പ്രതിയായിട്ടുള്ള വെള്ളാപ്പള്ളി നടേശനെ ഇപ്പൊ എല്ലാവരും പറയുന്ന പോലെ കേരള തൊഗാഡിയ, പിണറായി വിജയന്റെ ഭാഷയിലെ കേരള തൊഗാഡിയെ കൈ പിടിച്ചു കൊണ്ടുവന്നിട്ട് അദ്ദേഹം തത്വമസിയെ കുറിച്ച് പ്രസംഗിച്ചാൽ നാട്ടുകാർ വിശ്വസിക്കില്ല. ശബരിമല സ്വർണ്ണക്കൊള്ള നടത്തുന്ന സമയത്ത് മിണ്ടാതിരുന്ന പിണറായി വിജയനും ഇതേ പിണറായി വിജയനിലാണ് ഇനിയും ഒരു മുഖ്യമന്ത്രിയെ സ്വപ്നം കാണുന്നെന്ന് പറഞ്ഞ വെള്ളാപ്പള്ളി നടേശനെയും ജനങ്ങൾ വിശ്വസിച്ചില്ല. ജനങ്ങൾ വർഗീയവാദികളല്ല എന്നുള്ളതിന്റെ തിരിച്ചറിവ് കൂടി ഇവർക്ക് ഉണ്ടാകണം. ഈ നടന്ന ഓരോ തെരഞ്ഞെടുപ്പിലും വർഗീയത പരമാവധി പാലൂട്ടി വളർത്തി ഇവർ ജയിക്കാൻ നോക്കിയപ്പോൾ അവർ പരാജയപ്പെടുക ചെയ്തത്. കേരളത്തിലെ മനുഷ്യർ കുറച്ച് വർഗീയവാദികളൊക്കെ ഉണ്ടെങ്കിലും മഹാഭൂരിപക്ഷം മനുഷ്യരും മതേതരവാദികളായിട്ടുള്ളവരാണ് എന്നുള്ളത് തെളിയിക്കുന്ന റിസൾട്ടാണ് ഈ കിട്ടിയിരിക്കുന്നത്. ഇവർ ഇപ്പോഴും പഠിക്കാൻ തയ്യാറായിട്ടില്ല. ഓരോ ഘട്ടത്തിലും വർഗീയതയ്ക്ക് എണ്ണ ഒഴിച്ചുകൊണ്ട് അല്ല, അതാണ് നോക്കൂ, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അതിനൊരു തിരിച്ചടി കിട്ടിയിട്ടും അവിടെ നിർത്താൻ അവർ തയ്യാറാകുന്നില്ല. AK ബാലൻ അടുത്തിടയ്ക്ക് കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമി ആഭ്യന്തര വകുപ്പ് ഭരിക്കും, അല്ലെങ്കിൽ അവരുടെ കയ്യിലാകും ഭരണമെന്നാണ്. അതിനെയും ഈ പറയുന്ന പോലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അത് അംഗീകരിക്കുന്നു, അതിനെ തള്ളി പറയുന്നില്ല. സംസ്ഥാന സെക്രട്ടറി തള്ളി പറയുന്നില്ല. അതിനു മുൻപ് തന്നെ ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞൊരു ഡയലോഗാണ്, അത് AK ബാലൻ ആവർത്തിക്കുകയാണ് ചെയ്തത്. AK ബാലനെ പോലെ കേന്ദ്ര കമ്മിറ്റിയിലൊക്കെ ഇരുന്ന ഒരു ആള് പറയുകയാണ്. അപ്പോൾ അവര് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത് തന്നെയാണ് അവരുടെ ലക്ഷ്യം. ഇവിടെ തിരിച്ചടി കിട്ടിയിട്ടും ഞങ്ങൾ ഈ വർഗീയ രാഷ്ട്രീയം ഞങ്ങൾ കളയുന്നില്ല എന്ന് പറയും. ഇന്നലെ നോക്കൂ, നമ്മുടെ അബൂബക്കർ മുസ്ലിയാർ നടത്തിയ കേരള യാത്രയില് മുഖ്യമന്ത്രി വാദവരാതെ ഈ മതേതരത്വത്തെ കുറിച്ച് പറയുന്നുണ്ട്. അതിനകത്ത് പ്രതിപക്ഷ നേതാവ് അതിന് കൊടുക്കുന്ന മറുപടി ഇത് ഒരു കെട്ട കാലമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിക്ക് ശക്തമായ രീതിയിൽ അദ്ദേഹത്തിന്റെ ഈ പറയുന്ന ഇരട്ടത്താപ്പിനെ കുറിച്ചുള്ള മറുപടി കൊടുക്കുന്നുമുണ്ട്. അപ്പോഴ് ഇവര് ഇവരുടെ ഇരട്ടത്താപ്പുകൾ പല വിഷയങ്ങളിലും ഇങ്ങനെ പറയുന്നുണ്ട്. ഒരു തരത്തിൽ അവർ ഇടത്ത് മതേതരത്വം പറയും, മറുവശത്ത് അതിനെതിരായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കും. അപ്പോൾ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും അവർ ഇതിനെ കൈവിടുന്നില്ല. ഇത് തന്നെയാണ് അവരുടെ ലക്ഷ്യമെന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്നതല്ലേ നമുക്ക് കാണാൻ കഴിയും. അതിനെ എങ്ങനെയാകും UDF നേരിടുക? കാരണം ഒരു വശത്ത് ഇവർ മാത്രമല്ല, മറുവശത്ത് ഇതിനൊപ്പം അപ്പുറമുള്ള വർഗീയതയുമായിട്ട് BJP കൂടി ഉണ്ട് എന്നുള്ളത് ഓർക്കണം. അവർ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവരുടെ ശക്തി തെളിയിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഈ 2 വർഗീയ ശക്തികളെയും എങ്ങനെ നേരിട്ടുകൊണ്ട് മുന്നോട്ട് പോകും എന്നൊരു ഇതുകൂടിയുണ്ട് UDF-ന് മുന്നിൽ. അല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം 2 വർഗീയ ശക്തികളില്ല, ഒറ്റ വർഗീയ ശക്തിയുള്ളൂ. അതിൽ 2 കക്ഷികൾ മാത്രമാണ് ഇവര്, CPM-ഉം BJP-യും. പിണറായി വിജയൻ തന്നെ പറഞ്ഞത് ശബരിമല സ്വർണ്ണക്കൊള്ള ചർച്ചയാക്കപ്പെട്ടിട്ടില്ല തെരഞ്ഞെടുപ്പിൽ. ചർച്ചയാക്കപ്പെട്ടിരുന്നെങ്കിൽ BJP-ക്കാണ് വോട്ട് പോകുക എന്ന്. അതായത് പിണറായി വിജയൻ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി CPM നേതാവ് പറയുകയാണ്, ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിലൊരു വിഷയം ചർച്ച ചെയ്യപ്പെട്ടാൽ അത് BJP-ക്ക് വോട്ട് പോകുന്നതാണ്. അതായത് BJP-ക്ക് പോയാലും കുഴപ്പമില്ല എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ പോയി UDF-ന് വരരുത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനി പിണറായി വിജയൻ നല്ല നടനല്ല. പറ്റുമെങ്കിൽ ഗണേഷ് കുമാറിനോടും മുകേഷിനോടൊക്കെ ഒന്ന് ചോദിച്ച് പഠിക്കണം അഭിനയം. കാര്യം ഏറ്റവും നന്നായിട്ട് കൊള്ളയടിച്ച ഒരു സർക്കാരിന്റെ നേതൃത്വം കൊടുക്കുന്ന കപ്പിത്താനാണ്, കൊലക്കേസിലെ പ്രതിയായിരുന്നു. പക്ഷെ അഭിനയം അത്ര പോരാ. അതുകൊണ്ടാണ് ഇന്നലെ കാന്തപുരം റാലിയിൽ പോയി അദ്ദേഹം അഭിസംബോധന ചെയ്ത് സംസാരിച്ചപ്പോൾ അബദ്ധം പറ്റിയത്. അദ്ദേഹത്തിന്റെ സർക്കാർ കേരളം ഭരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ സർക്കാർ കേരളം ഭരിക്കുന്ന കാലത്ത് അടുത്ത സർക്കാർ UDF-ന്റെ ആണെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി ആഭ്യന്തര വകുപ്പ് ഭരിക്കുമെന്നാണ് AK ബാലൻ പറഞ്ഞത്. പല നേതാക്കന്മാരും പല അഭിപ്രായം പറഞ്ഞപ്പോൾ പിണറായി വിജയൻ AK ബാലനെ പിന്തുണയ്ക്കുന്ന നിലപാടാണ്, സംരക്ഷിക്കുന്ന നിലപാടാണ് എടുത്തത്. ഞാൻ ചോദിക്കട്ടെ, ജമാഅത്തെ ഇസ്ലാമി വന്നാൽ എന്താ ഇവർക്ക് പ്രശ്നം?
ഇന്ന് വരെ കേരളത്തിലെ ഏതെങ്കിലും ഒരു ക്രിമിനൽ കേസിൽ പ്രതിയാക്കപ്പെട്ടിട്ടുള്ള ഏത് ജമാഅത്ത് ഇസ്ലാമിക്കാരനും കാണിച്ചു തരാൻ പറ്റും? അങ്ങനെയൊന്നില്ല. 10-30 വർഷക്കാലം ഇവരെ പിന്തുണച്ചപ്പോൾ ജമാഅത്ത് ഇസ്ലാമി നല്ല പലഹാരമായിരുന്നു. ഇന്നിപ്പോ ഇവരെ രാഷ്ട്രീയമായിട്ട് എതിർക്കുമ്പോൾ അവർ മോശപ്പെട്ട ആളുകളാകുന്നു, അവര് ഭീകരവാദികളാകുന്നു. അതിന്റെ ഏതെങ്കിലും രീതിയിലുള്ള എവിഡൻസ് ഇവർക്ക് പറയാനുണ്ടോ? ആഭ്യന്തര വകുപ്പ് മുതൽ IT വകുപ്പ് വരെ സകല വകുപ്പ് ഇവരുടെ കയ്യിലുണ്ട്. അന്വേഷിച്ച് കേരളത്തിന്റെ മുമ്പിൽ ഇവർ വിവരങ്ങൾ പറയണം. അല്ലാതെ പറയുന്നതൊക്കെ ദുഷ്പ്രചരണങ്ങളാണ്. ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ജമാഅത്ത് ഇസ്ലാമി ആഭ്യന്തര വകുപ്പ് ഭരിച്ചിട്ടാണോ പേരൂർക്കടയുടെ മരവെഞ്ചിൽ, ആ പോലീസ് സ്റ്റേഷന്റെ മരവെഞ്ചിൽ ബിന്ദു എന്ന് പേരുള്ള ഒരു വീട്ടമ്മ കള്ളക്കേസിൽ പ്രതിയാക്കപ്പെട്ടിരുന്നത്? കുടിവെള്ളം നിഷേധിക്കപ്പെട്ട് കക്കൂസിലെ വെള്ളം എടുത്ത് കുടിക്കാനുള്ള ആക്രോശം കേൾക്കേണ്ടി വന്നത് ജമാഅത്ത് ഇസ്ലാമി ആഭ്യന്തര വകുപ്പ് ഭരിച്ചതുകൊണ്ടാണ്. തൃശ്ശൂർ പൂരം കലക്കിയ RSSകാരനായിട്ടുള്ള സുരേഷ് ഗോപി അടക്കമുള്ള ആളുകൾക്ക് പാർലമെന്റിൽ പോകാനായിട്ട് MR അജിത്കുമാർ സൗകര്യം ചെയ്തു കൊടുത്തത്? ദത്താത്രേയ ഹൊസബോളയെയും രാംമാധവനെയും RSS നേതാക്കന്മാരെയും ADGP കണ്ടത്? പോലീസ് ആസ്ഥാനത്ത് SP ഓഫീസിൽ നിൽക്കുന്ന മരം കട്ടുവെക്കേണ്ടി വന്നത്? സ്വർണം പൊട്ടിക്കലിലും സ്വർണ്ണക്കൊള്ളയിലും ADGPക്ക് പങ്കുണ്ടെന്നുള്ള വെളിപ്പെടുത്തൽ വന്നിട്ട് അന്വേഷണം നടക്കാതെ പോയത് ജമാഅത്ത് ഇസ്ലാമി ആഭ്യന്തര വകുപ്പ് ഭരിച്ചിട്ടാണോ? അല്ലല്ലോ. ശബരിമലയിലേക്ക് അനധികൃത ട്രാക്ടർ യാത്ര നടത്തിയ ADGP MR അജിത്കുമാർ സംരക്ഷിക്കപ്പെടുന്നത് എങ്ങനെയാ? അപ്പൊ ആളെ കൊല്ലുന്നതിലും തട്ടിക്കൊണ്ടുപോകുന്നതിലും അടക്കം ആക്ഷേപിക്കപ്പെടുന്ന ഒരു ADGP കേരളം ഭരിക്കുന്നു. മാല മോഷ്ടിക്കുന്ന പോലീസുകാരനും മാങ്ങ മോഷ്ടിക്കുന്ന പോലീസുകാരനും ഒക്കെ കേരളത്തിലുണ്ടാകുന്നത് ജമാഅത്ത് ഇസ്ലാമി ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് കൊണ്ടാണോ? ഞാൻ വിചാരിക്കുന്നത് സംഘപരിവാരവൽകൃതമായിട്ടുള്ള ആഭ്യന്തര വകുപ്പ് ഉള്ളത് കൊണ്ടാണ്. അപ്പോ ഒറ്റ സീറ്റ് പോലും ഇല്ലാതെ കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന RSSനെ കുറിച്ച് ഇവർക്ക് ആശങ്കയില്ല. കേരളത്തിലെ പോലീസിന്റെ കഴിഞ്ഞ 9.5 വർഷക്കാലത്തെ ഓരോ നയപരിപാടികളും എടുത്ത് പരിശോധിച്ചാൽ അതൊരു കമ്മ്യൂണിസ്റ്റ് സർക്കാരിന് ചേർന്ന രീതിയിലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇവര് സർക്കാർ രൂപീകരിക്കുന്ന ഇവരുടെ നയപരിപാടികൾ നടപ്പാക്കാനല്ലേ. പക്ഷെ ഈ സർക്കാരിന്റെ കാലത്ത് ആഭ്യന്തര വകുപ്പിന്റെ നടപടികൾ പരിശോധിച്ചാൽ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് RSSന്റെ നയപരിപാടികൾ നടപ്പാക്കിയത്. പരസ്യവും രഹസ്യമായിട്ട് ഉദ്യോഗസ്ഥർ യോഗം ചേരുന്നു. ഇവർക്ക് ഒരു പരാതിയുമില്ല. ഈ RSSന്റെ സ്ലീപ്പർ സെല്ല് ആഭ്യന്തര വകുപ്പിലുണ്ടെന്ന് പറഞ്ഞ ആനി രാജയാണ്. ഇവർക്കൊരു പരാതിയില്ല. പലരും ഒളിച്ചു കിടക്കുന്നു കൊടിയേരി അടക്കമുള്ള ആളുകൾ പറയുന്നുണ്ട്. അപ്പൊ ഇവർക്കൊരു പരാതിയില്ല. ഞാൻ ചോദിക്കുന്നത്, നരേന്ദ്രമോദിക്കെതിരെ മുദ്രാവാക്യം വിളിക്കുമ്പോൾ കലാപാഹവനത്തിന് കേസെടുക്കാൻ തോന്നുന്ന പോലീസ് കേരളത്തിലെ പിണറായി വിജയന്റെ പോലീസാണ്. അത് RSS വൽകൃതമായതുകൊണ്ടാണ്. അപ്പൊ ഈ രാജ്യത്ത് ഗാന്ധിവധത്തിലടക്കം ആക്ഷേപിക്കപ്പെട്ടിട്ടുള്ള, ഗാന്ധിവധത്തിന്റെ അടക്കം കുറ്റം ചാർത്തപ്പെട്ടിട്ടുള്ള RSS അടക്കമുള്ള സംഘടനകൾ ഈ കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നതിൽ ഇവർക്കൊരു പരാതിയുമില്ല. സാങ്കല്പിക ശത്രുവായിട്ടുള്ള ജമാഅത്ത് ഇസ്ലാമിക്കെതിരെയാണ് ഇവരുടെ പോരാട്ടം. ഇവര് നിഴലിനോട് യുദ്ധം ചെയ്യുന്ന അവസ്ഥയിലാണ്. ഇവരുടെ യഥാർത്ഥ ശത്രു ആരാണെന്ന് മാർക്സിസ്റ്റുകാർക്ക് തിരിച്ചറിയാൻ പറ്റാതെ വന്നു. അതിന്റെ കാരണം പല കാലങ്ങളിൽ ഒളിഞ്ഞും തെളിഞ്ഞും RSSുമായിട്ടുള്ള ബന്ധം ഉണ്ടായിരുന്നത് കൊണ്ടാണ്. ഇപ്പൊ ഇവര് RSS ഇവർക്ക് വേണ്ടപ്പെട്ട ആളുകളാണ്. കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് ജയിച്ചത് കോവിഡിന്റെ പശ്ചാത്തലത്തിൽ സർക്കാരിന് അനുകൂലമായിട്ടുള്ള ഏകപക്ഷീയമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് സാഹചര്യം ഉണ്ടായിരുന്നു. ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് ഉണ്ടായിരുന്നില്ല. പലതരത്തിലുള്ള PR വർക്ക് നടത്തി എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ, കിറ്റ് കൊടുത്തു എന്നൊക്കെ പറയുമ്പോൾ, ഇത് കൂടാതെ ഒരു കാര്യം കൂടി നടന്നു. 50-ലധികം സീറ്റിൽ RSSന്റെ പിന്തുണ CPM-ന് ഉണ്ടായിരുന്നു എന്ന് അന്നത്തെ ഓർഗനൈസറിന്റെ എഡിറ്റർ ആയിരുന്ന ബാലശങ്കറിന്റെ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഇതുവരെ CPM-കാരും മറ്റാരും തള്ളി പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ ഇതെല്ലാം കൂടി കഴിഞ്ഞ വരുന്നതാണ്. അപ്പൊ ഈ സർക്കാരിനെ ബാക്കപ്പ് ചെയ്യുന്ന RSS ആണ്. RSSനെതിരെ ഒരു പരാതിയില്ല. ശശികലയ്ക്കെതിരെ ഒരു കേസില്ല. VC ജോർജിനെതിരെ നടപടിയെടുക്കാൻ ഭയക്കുന്നു. വെള്ളാപ്പള്ളി നടേശൻ വർഗീയത നിരന്തരം തുപ്പിക്കൊണ്ട് നടന്നിട്ടും വെള്ളാപ്പള്ളി നടേശനെ ആഭ്യന്തര വകുപ്പ് മന്ത്രി കയ്യിൽ പിടിച്ച് 1ാം നമ്പർ സ്റ്റേറ്റ് കാറിൽ കൊണ്ടു നടക്കുന്നു. ഒരു പരാതിയുമില്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്നത്തെയും എന്നത്തെയും ഈ രാജ്യത്തെ ആദ്യത്തെ ശത്രു RSS തന്നെയാണ്. രാജ്യത്തിന്റെ മതേതര മൂല്യങ്ങൾക്ക് വെല്ലുവിളിയാകുന്ന RSS കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നതിൽ ഈ പറഞ്ഞ CPM-ന്റെ ഒരു നേതാവിനും പരാതിയില്ല. AK ബാലനൊന്നും പരാതിയില്ല. അത് ബാലൻ സഖാവിന്റെ ബാലാരിഷ്ടതയായിട്ട് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ.